ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല മഴയാണ് ഗൈസ്. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയുണ്ടോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, നമ്മളിവിടെ ഇന്ന് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ബ്രെഡിൽ നമുക്ക് മാക്സിമം വേസ്റ്റ് ആക്കാതെ നമുക്ക് ഈ ഒരു പാക്കറ്റ് ബ്രെഡിൽ എന്തൊക്കെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെയും ആ സൈഡിലെ കട്ടിയുള്ള ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞങ്ങളുടെ ചാനൽ. അപ്പോൾ നമ്മൾ ആ ഒരു പാക്കറ്റ് ബ്രെഡും കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടിയെ നമുക്ക് ഒരു പാനിലോട്ട് തട്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റ് വറക്കാം. നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒരു 10 മിനിറ്റ് വറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൈ കൊണ്ടൊന്ന് എടുത്ത് ഞെരടി നോക്കാം. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് പരുവം അറിയാം. നല്ല പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒരു പരന്ന പാത്രത്തോട്ട് തട്ടി മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് 2 പീസ് വീതം എടുത്ത് ഇതേമാതിരി ഉരുട്ടിയെടുക്കുക. ചപ്പാത്തി പലകയിൽ നന്നായിട്ടൊന്ന് പരത്തണം. അപ്പോൾ പരത്തി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാ ബ്രെഡും പരത്തി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കിയാണ്, അത് കളയേണ്ട ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1.5 സവാളയും ഒരു ടൊമാറ്റോ, ഒരു ഇച്ചിരി കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ മസാല നമുക്ക് ഒത്തിരി വഴറ്റി എടുക്കണം കേട്ടോ. ഒരു പകുതി വേവ് മതിയാവും. 2 മിനിറ്റ് അല്ല ഒരു 3 മിനിറ്റ് വഴറ്റി എടുത്താൽ മതി. അപ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ആ മസാലയിലോട്ട് 2 പുഴുങ്ങിയ മുട്ട നമുക്കിങ്ങനെ ചിരണ്ടി ഇടാം.
ഇനി അതിലോട്ട് 2 സ്പൂൺ മയോണൈസ്, ഒരു 1.5 സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ്, അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഒരു ബൗളിലോട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ആ മുട്ടയെ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി പാൻ വെച്ച് ചൂടാക്കി നമുക്ക് ആ ബ്രെഡ് വറുത്തെടുക്കാനുള്ള എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പീസ് ബ്രെഡ് എടുത്ത് മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് 2 സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് അപ്പോൾ നമ്മൾ ഈ വറുത്തെടുത്ത ബ്രെഡുകളെ നമുക്ക് 2 പീസാക്കി മാറ്റണം. ഇനി അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് നമുക്ക് ആ ഫില്ലിങ് അതിനെ ഉള്ളിലോട്ട് നിറയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഗൈസ് ഒരു 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് നമുക്ക് ജാറിലോട്ടാക്കാം. അതിലേക്കൊരു 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലോട്ടൊഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടിച്ചു വെച്ചിരുന്ന മുട്ടയുടെ പകുതി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസുകളില്ലേ, അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ ബാക്കി എല്ലാം കവർ ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കാം മുകളിലൂടെ.
ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് അതിനെ മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിടുന്ന റിസ്ക് പിടിച്ച മണിയാണ്. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂടി വേവിക്കാം നമുക്ക്. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് കൊണ്ട് ഉള്ള 2 സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഒന്ന് നല്ല മധുരമുള്ളതും ഒന്ന് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.